നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ സ്പെസിഫിക്കലി ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻറ്റ് അനുമോളെ കുറിച്ചാണ്. എൻ്റെ വീഡിയോസ് തുടക്കം തൊട്ട് കാണുന്നവർക്കറിയാം, ഞാൻ ഇപ്രാവശ്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ആരും ഫേവറേറ്റ്സ് ഇല്ല. ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് അവരവരുടെ കളികളിൽ നമുക്ക് ഇഷ്ടപ്പെടാതെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയും. അതല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നു, ഇഷ്ടപ്പെട്ട രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്നു, ഇഷ്ടപ്പെട്ട എൻ്റെ പേഴ്സണൽ ചോയ്സ് കേട്ടോ. അങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത് അത് ഡെഫിനറ്റ്ലി പറയും. അത് ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാണുന്നവർ പല രീതിയിൽ വ്യാഖ്യാനിക്കാം, പക്ഷെ എന്നാലും ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്രാവശ്യ സീസണിൽ തുടക്കം തൊട്ടേ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ് അനുമോൾ. കാരണം എന്താ വെച്ചാൽ അനുമോൾ പറയുന്ന കാര്യങ്ങളിലും കാണിക്കുന്ന കാര്യങ്ങളിലും എവിടേക്കോ കുറേ ശരിയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, പല വ്യക്തികൾക്കും തോന്നിയിട്ടുണ്ട്, അവിടെയുള്ള ഫെലോ കണ്ടസ്റ്റൻസിന് തോന്നിയിട്ടുണ്ട്. അതായത് ആദില, നൂറ, ഷാനവാസ് ഇതുപോലുള്ള പലർക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് കയറിയ വൈൽഡ് കാർഡുകൾക്കും വളരെ കൃത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അവരും അതിനനുസരിച്ച് തന്നെയാണ് അവിടെ ബിഹേവ് ചെയ്തിട്ടുള്ളത് ചെന്നിട്ട് ശേഷം. പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെ കാണുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന അനുമോളുടെ ഫാൻസ് അല്ലാത്ത ആൾക്കാർ, ഞാൻ ഉദ്ദേശിച്ചത് ബ്ലൈൻഡായിട്ടൊരു വ്യക്തിനെ മാത്രം, നമ്മൾ ഇതിന് മുന്നേ സീസണുകളിലും അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ബ്ലൈൻഡ് ഫാൻസ് അല്ലാത്ത ആൾക്കാർക്കൊക്കെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അനുമോളുടെ ഭാഗത്തുനിന്ന്. കംപ്ലീറ്റായിട്ട് അനുമോള് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഡ്രാമയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കെന്തോ പേഴ്സണലി തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ അനുമോളുടെ ഫാൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. സീരിയസ്ലി, ഞാൻ ഓരോരോ ഇൻഡിവിജ്വൽ കേസ് എടുത്തിട്ട് ഞാൻ ഹൗസത്തെ കാര്യം, അതായത് ബിഗ് ബോസ് ഹൗസത്തെ കാര്യം ഇൻഡിവിജ്വൽ കേസ് എടുത്തിട്ട് പറയുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പറയാം, അനുമോളുടെ നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ഗെയിമാണ് അനുമോൾ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ അനുമോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഗതി ഉണ്ടല്ലോ, അത് അനുമോളുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ജേർണിയിലെ ടേണിംഗ് പോയിൻ്റാണ്. ഈ വാക്ക് എഴുതി വെച്ചോളൂ. കാരണം വെച്ചാൽ അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ സുതാര്യമായിട്ട് ആൾക്കാരുടെ വോട്ടിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നൊരു ഷോ ആണെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻറ്റിന് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര വളരെ ദുർഘടമായിരിക്കും, ദുരിതമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശം ചീപ്പ് ഷോ ആണ്. ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അനുമോളുടെ വീടല്ല, തറവാടല്ല. ആ അടുക്കളയത്തെ മേലധികാരി അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെയൊക്കെ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും പൈസ ഇല്ലാത്ത ആൾക്കാർ ഇറച്ചിക്ക് വരിക എന്നുള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നിർത്തിയിട്ടുള്ള ആ ഒരു സ്ഥിതിയല്ല അവിടെ ഉള്ളത്. അത് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇല്ല എന്ന് പറയാം. പക്ഷെ ആ പറയുന്നതിന് ഒരു മാന്യത ഉണ്ട്. വാടാ, അല്ലെങ്കിൽ പോടാ, വിടറാ, ഇറങ്ങിപ്പോടാ, ഇതൊന്നും ശരിയല്ല. ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ ഇവിടെ ആരും ഇരിക്കുന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ നിയോഗിച്ച് വെച്ചിട്ടുള്ള ആരെങ്കിലും PR-കളോ അല്ലെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഫാൻസോ ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവരിത് ഒരു കാരണവശാലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൊണ്ടു, പല പ്രശ്നങ്ങളും പല ആൾക്കാരുടെ പേരിലുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവർ പറയുന്ന സമയത്ത് ആ ആൾക്കാരൊക്കെ ഇത് കേൾക്കാനുള്ളൊരു സംഭവം കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ ഇത് ഒരാൾ നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ലിസൺ ടു ഇറ്റ് അല്ലേ? കേൾക്കാനുള്ളൊരു മനസ്സ് വേണ്ടേ? അതായത് നമ്മളെ തിരുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും തിരുത്തുകയെന്നല്ല, നല്ല രീതിയിലാണ്. ആദിലും നൂറും ഷാനവാസ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഈവൻ ജിഷിൻ വരെ തിരിഞ്ഞു തുടങ്ങി. നല്ല ആൾക്കാർ, നല്ല രീതിയിൽ ആൾക്കാർ വന്നത് ഉപദേശിക്കാനല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എണീറ്റ് പോകുന്നത് എന്ത് ആറ്റിറ്റ്യൂഡത്? അനുമോൾ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന പണ്ട് കാലങ്ങളിലെ സീസണുകളിൽ പല ആൾക്കാരും പയറ്റിയിട്ടുള്ള അതേ വിദ്യ ഉണ്ടല്ലോ, 2025 ബിഗ് ബോസ് മലയാളം സീസൺ 7 വില പോവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഈ അനുമോൾ കളിക്കുന്ന സ്ട്രാറ്റജി അനുമോൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ സ്ട്രാറ്റജി പഠിച്ചിട്ടുള്ള ആൾക്കാർ, കണ്ടിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട്. പുറത്ത് ജനങ്ങളുണ്ട്, റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഉണ്ട്. PR-കളും കൂടി മനസ്സിലാക്കാനാണ് പറയുന്നത്. അതിനുള്ളിൽ കടന്നിട്ട് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുക, എല്ലാവരും കൂടി കോർണർ ചെയ്യുക, എന്നിട്ട് ഭാഗത്ത് കണ്ടിട്ട് അയ്യോ പാവട്ടോ അനുമോൾ പാവട്ടോ എല്ലാവരും കൂടി അതിനിട്ട് കഷ്ടപ്പെടുത്തുന്നു, എന്നാൽ വോട്ട് ചെയ്യുക എന്നുള്ള പരിപാടി ഇല്ല. ആ സംഗതി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കിച്ചണിൽ ഇന്നിപ്പോൾ രാവിലെ ആയമ്പോൾ മറ്റേമുണ്ടല്ലോ, ആ വേദലക്ഷ്മിയും നിഷിനും തമ്മിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ വിഷയത്തിലൊക്കെ അവിടെ കറികൾ മോശമാണ്, പ്രശ്നങ്ങൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താ അനുമോൾക്ക് മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്? ഇവൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ ബിഗ് ബോസ് ഹൗസ്? അതല്ല, അങ്ങനെ വല്ല പരിപാടികളുണ്ടോ? അറിയില്ല, അറിയാത്തോണ്ട് ചോദിക്കാം.
ഞാൻ 2 ദിവസം മുന്നേ ഇപ്പോൾ ശൈത്യനെ കട്ടപ്പ കിട്ടപ്പ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ നിമിഷവും ശൈത്യനെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൂടി ഞാൻ വിചാരിച്ചു ശൈത്യനെ കട്ടപ്പാന്ന്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് സംശയം തോന്നി തുടങ്ങി ശൈത്യ ആയിരുന്നു അവിടെ കറക്റ്റ് എന്ന്. കാരണം വെച്ചാൽ അനുമോൾ ഇങ്ങനെ, കാരണം വെച്ചാൽ ആലോചിക്കോ ആദില നൂറുടെ വിഷയം 2 ദിവസം മുന്നേ ഒരു ഇന്നലെ മിനിഞ്ഞാന്നിട്ട് രാത്രി ഇവൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ വിളി നീറ്റായിട്ട് പോവുകയാണ്. ഇത് ഒരു മനഃപൂർവ്വ സ്ട്രാറ്റജിയാണ്. ഇത് എന്തുകൊണ്ടാണ് അനുമോൾ കളിക്കുന്നത്? എൻ്റെ ഒരു ബുദ്ധി തോന്നിയ സംഭവം എന്താണെന്നറിയോ? ഏകദേശം കുറച്ച് ദിവസം അവിടെ നിന്ന സമയത്ത് ഈ രീതിയിലുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിച്ചു. ഇത് കണ്ടിട്ട് കയറി വന്ന വൈൽഡ് കാർഡ്സ് എല്ലാം ഇവളെ എതിർക്കാതെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിന്നപ്പോൾ ഇവൾക്ക് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് കിട്ടി. പുറത്ത് സപ്പോർട്ട് അനുമോൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, രാത്രി ഇവരിയ്ക്കുന്ന സമയത്ത് ഇവർ കളർ കോഡിങ്ങിലൂടെയാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. പച്ച ചുവപ്പ്, അതായത് പച്ചയാണെങ്കിൽ പോസിറ്റീവ്, ചുവപ്പാണെങ്കിൽ നെഗറ്റീവ് എന്നുള്ള കണ്ടീഷനിലാണ് അവർ സംസാരിച്ചിരുന്നത്. ഈവൻ അവിടെ നിൽക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ കളർ വരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അനുമോൾ ഈ കാര്യങ്ങളുള്ളതെന്ന് അറിഞ്ഞിട്ടുള്ളത്. ആ മസ്താനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പച്ച അങ്ങനെ തൊട്ട് കാണിക്കുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് ഗ്രീൻ ആൻഡ് ഷീ ഈസ് ഗെറ്റിംഗ് ഗുഡ് ഇമേജ് ഔട്ട്സൈഡ്. ഈ രീതിയിലാണ് ഇമേജ് പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിലാണ് ഇമേജ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അനുമോൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഈ മനസ്സിലായി കഴിഞ്ഞത് മുതലാണ് അനുമോളുടെ സ്ട്രാറ്റജി അവിടെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എന്താ സ്ഥിതി അറിയോ? എനിക്ക് പുറത്ത് സപ്പോർട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പുറത്തുള്ള ആൾക്കാർ എനിക്കിതായിരിക്കും, എൻ്റെ ഈ സ്ട്രാറ്റജി പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരം കിട്ടിയിട്ടുള്ള ഒരു സാധനം ഇവിടെ കയറി കൂടിയിട്ടുണ്ട്. അത് ബിഗ് ബോസിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജേണിക്ക് അനുമോൾക്ക് അത്ര സുഗമമായിരിക്കില്ല എന്നുള്ള ഒറ്റ കാര്യം മാത്രം എല്ലാവരോടും പറയാം, ഫാൻസിനോടും പറയും. ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലായിട്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എവിടെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത സംഗതി കണ്ടോ ഞാൻ അവിടെ തുറന്നടിച്ച് പറയും ചെയ്യും. പറഞ്ഞിട്ടേ ഉള്ളൂ, വളരെ സീരിയസ് ആയിട്ട് പറയും. അതിൽ യാതൊരുവിധ സംശയമില്ല, ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പഴയ സ്ഥിതിയല്ല, ഒറ്റപ്പെടലും പരിപാടിയും കാര്യങ്ങളൊക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഈവൻ കയറിയ വൈൽഡ് കാർഡ്സിന് വരെ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഈ രീതിയിലാണ് കാണിക്കുന്നത് എന്നുള്ളത്. പിന്നെ ജിസേലിൻ്റെയും ആര്യൻ്റെയും വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അനുമോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്നുള്ളത്. നേരെ മറിച്ച് അവർ തിരിച്ചും പറയുന്നത്, അപ്പാനിയും ടീമും ഒക്കെ കയറിയിട്ട് അനുമോളെ എതിർക്കുന്ന പോലെ നമ്മൾ പുറത്തുനിന്ന് എതിർക്കേണ്ട കാര്യമില്ല. നമുക്കറിയില്ല, നമ്മൾ 2 പേര് പറയുന്നതും കേട്ടു. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്താണ് കാണിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവരവിടെ കാണിക്കില്ല. ഈ കാണിക്കില്ല എന്നുള്ള ഒരു 100% എന്താ പറയുക, 100% ഉറപ്പ് അനുമോൾ എന്ന കണ്ടസ്റ്റൻറ്റിന് ഉണ്ടായതുകൊണ്ടാണോ ഈ രീതിയിൽ പറഞ്ഞതെന്നവരെ എനിക്ക് സംശയം തോന്നുന്നു. കാരണം എന്താണെന്നറിയോ, ജയിലിനുള്ളിൽ ജിസേൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ജിസേൽ പറഞ്ഞ അതേ ഡയലോഗ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ജിസേലിനെ സംബന്ധിച്ച് ഇത്ര അധികം ലോകം കണ്ടിട്ടുള്ള ഇത്ര കാലമായിട്ട് ദ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ ദറ്റ് ഷീ ഈസ് ലിവിങ് ഔട്ട്സൈഡ്, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഒരു ആര്യൻ്റെ കൂടെ പുതപ്പിൻ്റെ ഉള്ളിൽ കയറി ഉമ്മ വെച്ചു എന്നുള്ളൊരു അനുമോൾ എവിടെന്നെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു വിഷയമൊന്നുമില്ല അവർക്ക്. കാരണം അവർ അങ്ങനത്തെ കൈൻഡ് ഓഫ് ലൈഫാണ് പുറത്ത്. ഈവൻ ആര്യനും അത് വിഷയം ഉണ്ടായിരിക്കില്ല. ഞാൻ അതിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആര്യൻ എന്തിനാ പോയി മോങ്ങുന്നത് എന്ന് ചോദിച്ചത്. എന്തിനാണ് അവന് കരേണ്ട ആവശ്യമുള്ളത് അവന് ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട്? അപ്പോൾ അതിനൊരു വളരെ കൃത്യമായിട്ടൊരു ഉത്തരം അക്ബറിനെ അവിടെ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ, നീ ഒരാളെ നീ കൊന്നിട്ടില്ലെങ്കിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമ്പോൾ നിനക്ക് തെളിയിക്കേണ്ട സിറ്റുവേഷൻ വരില്ല എന്ന് വെച്ചു. പക്ഷേ ഒറ്റ വർത്താനം ഈ കാര്യത്തിൽ പറയുള്ളൂ, ഈ ഒരു സംഗതി കഴിഞ്ഞതിന് ശേഷം ജിസേൽ ജയിലിൽ നിന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും ഗ്രോണപ്സാണ്, ഞങ്ങൾക്ക് പുറത്ത് ലോകം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനാണ്, നീ ഇങ്ങനെ പറഞ്ഞ കാര്യം കൊണ്ടൊന്നും ഞങ്ങൾക്ക് ഇതാവേണ്ട കാര്യമില്ല, പക്ഷേ നീ നുണ പറയാൻ പാടില്ല. ജിസേൽ അവിടെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ കാര്യം മാത്രം പറയുന്നു, അനുമോൾ ഈ കളിക്കുന്ന ചീപ്പ് ഫേക്ക് ഡ്രാമ എന്ന് പറയാം. ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമ എല്ലാവരോടും കൂടി തട്ടിക്കയറുക, എല്ലാവരെയും ഒഴിവാക്കുക, ഒറ്റയ്ക്ക് പടം നയിക്കുക, എല്ലാവരും കൂടി ഇതൊക്കെ ഒറ്റയ്ക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മൂലക്കൽ അവിടെ പോയിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോരേണ്ടി വരും. കാരണം ആൾക്കാർക്ക് വിവരം വെച്ചിട്ടുണ്ട്. വെറും PR കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പുറത്ത് കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ഷെയർസ് അടിക്കാനും കട്ട് ചെയ്ത് ഇത് വിടാനും ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. പല ആൾക്കാരുടെയും ചേഞ്ചും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. നമ്മൾ ശരി തന്നെയാണ്, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാണോ ഇത് തിരിഞ്ഞു വരുന്ന സിറ്റുവേഷൻ വരുന്നത് അന്ന് നമ്മൾ തിരിച്ച് പറഞ്ഞിരിക്കും, യാതൊരുവിധ സംശയമില്ല. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അനുമോളുടെ ഫാൻസിനും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ദിസ് ഈസ് വാട്ട് ഐ എം. ഞാൻ ഇങ്ങനെയാണ് പരിപാടി. ഇനി നാളെ നമുക്ക് ജെന്യൂനായിട്ട് കണ്ട കാര്യങ്ങൾ, ഇവൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കാം, ശരി ഉണ്ടായിരിക്കാം, പക്ഷേ പറയുന്നതിനൊരു വേണ്ട്, മനസ്സിലായോ? ഇതൊക്കെ ക്യാമറയിൽ കൂടെയാണ് പുറത്ത് വരുന്നത്. ആ ഒരു പറയുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയും കുറച്ച് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഈ ആട്ടും തുപ്പും കിട്ടുന്ന ഒരാളും എവിടെയും നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആട്ടാനും തുപ്പാനും ആരും ഒന്നും ആയിട്ടില്ല. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.